എങ്ങനെയാണ് റോയൽ ഡ്രൈവിലേക്ക് വരുന്നത്? റോയൽ ഡ്രൈവ് പിന്നെ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഇതിന് ബിസിനസ്സിന് നമുക്കൊരു ബിസിനസ് ചെയ്യണം. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആവുന്നു, ഒരു എൻജിനീയർ ആവുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ പഠനത്തിന് ശേഷം. അപ്പോൾ അന്ന് ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകളൊക്കെ വന്നു. അപ്പം ഞാൻ അതിന് എങ്ങനെ ഒന്ന് തലയിട്ട് നോക്കും, എന്താണ് അവിടെയൊക്കെ പറയുന്നത്, സംഭവിക്കുന്നത് അറിയാം. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായത്, നമുക്ക് സമയം അറിയാതെ, നമ്മൾ ക്ഷീണിക്കാതെ, അല്ലെങ്കിൽ ക്ഷീണം അറിയാതെ, വിശപ്പറിയാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖല തിരഞ്ഞെടുത്താൽ നമുക്ക് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതിൽ. ശരി. അപ്പോൾ എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല, അത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് വാഹനം എന്നുള്ള. അപ്പോൾ അതുവരെ ഞാൻ ധരിച്ചിരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, അത് വിൽക്കുന്നു, ഇത്ര മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി ഇതിനൊരു പ്രോസസ്സ് ഉണ്ടാക്കണം, ഒരു SOP വേണം, ഇതിലൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, മാർക്കറ്റിംഗ് വേണം, IT വേണം, ഇങ്ങനെ ഇതിൻ്റെ എല്ലാ സ്തംഭങ്ങളെക്കുറിച്ച് പഠിക്കുകയും, അപ്പോൾ ഒരു വലിയ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആ വിഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാൻഡ് ബിൽഡ് ചെയ്താലാണ് നമുക്ക് അതൊരു യഥാർത്ഥത്തിലൊരു ബിസിനസ്സായി പോകുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ആ സമയത്താണ് വന്നത്. ശരി. ഇപ്പോൾ സുജിത്തിനെ കാണുന്ന 18 തന്നെ ഞാൻ ഈ വിഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2014 ഞാൻ എഴുതപ്പെട്ട വിഷയം, അന്ന് റോയൽ ഡ്രൈവ് എന്ന പേരില്ല, അതാണ് ഇന്ന് ഞങ്ങളുടെ ചുമരിൽ പേസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു നമ്മളുടെ ഒരു കാൽവെപ്പ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അതായത് നമ്മുടെ ഒരു കാൽപ്പാട് ഇവിടെ ബാക്കി വെച്ച് പോകണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് റോയൽ ഡ്രൈവ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ 2008 മുതൽ 15 വരെ ഞാൻ വളരെ ഫ്രീ ആയിട്ട്, എൻ്റെ ഇഷ്ടംപോലെ സമയമുണ്ട്, അതിൽ നിന്നുള്ള ആ കംഫർട്ട് സോണിനെ പൊട്ടിച്ചിട്ടാണ് ആക്ച്വലി റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2016 ഞങ്ങൾക്ക് ERP ഉണ്ട്, 2016 ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 19 ശേഷമാണ് പല ബിസിനസ് മോഡലുകളും വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ, കൊറോണയ്ക്ക് ശേഷമാണ്, 20 ശേഷമൊക്കെയാണ് സജീവമായി ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അന്നേ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു റോബോട്ട് വരെ ഉണ്ടായിരുന്നു ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അതെ. ഏത് വർഷമായിരുന്നു? 2018. അതെ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവായിട്ട്, ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്താൽ മാത്രമാണ് സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഇപ്പം ഞങ്ങൾ റോയ എന്ന് പറഞ്ഞൊരു AI അംബാസിഡർ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ മുന്നോട്ടുള്ള യാത്രയ്ക്കും അല്ലെങ്കിൽ നമുക്ക് ആ വിഷൻ അത് ഉണ്ടായതുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ബ്രാൻഡ് വേണം, അതിന് നല്ലൊരു പേര് വേണം. അങ്ങനെയാണ് റോയൽ ഡ്രൈവ് 2015 ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് 16 തൊട്ടാണ് ഞങ്ങൾക്ക് അതിന് ഒരു ബേസായി അത് ഓടി തുടങ്ങിയത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് നമുക്കൊരു പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ലക്ഷറി സെഗ്മെന്റിൽ കൈ കടത്തി അതിനകത്ത് എക്സ്പെർട്ടൈസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഈ നിമിഷമാണ്? അത് തീർച്ചയായിട്ടും 2-3 കാരണങ്ങൾ. ഒന്ന്, എൻ്റെ ഇപ്പോൾ ദുബായ്, സൗദിയൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ ഇത്തരം ഷോറൂമുകൾ നല്ല രീതിയിൽ നടക്കുന്നു. കേരളത്തിൽ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ലക്ഷറി വണ്ടിയാണെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലുള്ള ഡീലോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ എൻഡ് ആളുകളാണെങ്കിൽ വല്ല ഹോട്ടലിലെ റിസപ്ഷനോ ലോഞ്ചോ ഒക്കെ ഉപയോഗിച്ചുള്ളൊരു ഡീലാണ്. ഇതിനൊരു കസ്റ്റമർക്ക് കടന്നു വരാനും കസ്റ്റമർക്ക് വന്ന് അവരുടെ ഇഷ്ടത്തിന് സംസാരിച്ച് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് സെൻറ്റർ കേരളത്തിലായിരുന്നു. സാർ, നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ഏതൊരു വണ്ടി ആകുമ്പോഴത്തേക്കും നമ്മളത് ഡെലിവറി എടുക്കുമ്പോൾ ഇച്ചിരി ആഘോഷമാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. അതൊരു ചെറിയ ബൈക്ക് മുതൽ ഏതൊരു വണ്ടി എടുക്കാൻ പോകുമ്പോഴും ആ വണ്ടി എടുക്കുന്ന ആളുടെ ഒരു സ്വപ്നമാണല്ലേ ആ ഒരു ചുമന്ന തുണിയൊക്കെ മാറ്റുക, അതിന് മുമ്പേ ഇന്ന് ഫോട്ടോ എടുക്കുക. ശരിക്കും നമ്മൾ ആണ് ഇതിനെ ഇത്ര പോപ്പുലർ ആക്കിയത്. അത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ന്യൂ കാറിൽ പോലും ഒരു BMW വരുമ്പോൾ പോലും ഒരു കർട്ടൺ റേസിംഗ് ഇല്ലായിരുന്നു. ഇന്ന് ഇപ്പോൾ ആൾട്ടോ വരെ ആളുകൾ കേക്ക് കട്ടിങ്ങും എന്താ പറയാ, വണ്ടി എന്ന് പറയുമ്പം നമുക്ക് ഇപ്പം ആൾട്ടോ എടുക്കുന്നവൻ എന്തായാലും അത് താങ്ങുന്നവൻ മാത്രമായിരിക്കും അത് എടുക്കുള്ളൂ അല്ലേ? ഇപ്പം എനിക്ക് താങ്ങുന്നതിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ.
ചിലപ്പോൾ ഞാനൊരു ആൾട്ടോ എടുക്കുമ്പോഴത്തേക്കിനും ഞാൻ ചിലപ്പോൾ അതിൻ്റെ 70-80% ലോൺ ഇട്ടിട്ടായിരിക്കും വണ്ടി എടുക്കുന്നത്. അതെ അതെ. ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും വണ്ടി ലോണിൽ തന്നെയാണ് എടുക്കുന്നത്. റെഡി പേയ്മെന്റ് കൊടുത്ത് വണ്ടി എടുക്കുന്നത് വളരെ കുറവാണ്. അതിപ്പോൾ എത്ര പൈസ ഉള്ളവനാണേലും അങ്ങനെ എടുക്കും. ഫണ്ട് ഫ്ലോനെ ബാധിക്കും. യെസ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഒരു ഹാപ്പിനെസ് ആണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. അപ്പോൾ ഞാൻ ലക്ഷറിക്ക് വരാൻ കാരണം ഞാൻ നോക്കുമ്പോൾ ചെറിയ സ്മോൾ കാർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്ലെയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ലക്ഷറിയുടെ ഗ്യാപ്പ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ കേരളത്തിലൊരു മാന്യമായ ഫിഗർ RTO ഡാറ്റ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഒരു മാസത്തിൽ ഒരു മാന്യമായ പ്രീ ഓൺഡ് RC ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ മാർക്കറ്റ് ഇവിടെ ആരും അൺടച്ചഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി അപ്പോൾ അവരുടെ പെയിനുകൾ മനസ്സിലാക്കി. ഒരു ലക്ഷറി വാങ്ങുന്ന കസ്റ്റമർ വേറെ ആളെ വീട്ടിൽ പോകാൻ അദ്ദേഹത്തിന് പെയിനാണ്. വിൽക്കുന്ന കസ്റ്റമർക്ക് ഈ വാങ്ങാൻ വരുന്ന ആളെ എൻ്റർടൈൻ ചെയ്യാറുള്ള പെയിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ലക്ഷറിയിൽ അത് എന്താ പറയുക സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. ഓക്കെ.